ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, പന്തക്കുസ്ത തിരുനാളിന് ഒരുക്കമായുള്ള 2ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ദിനം ഈശോ തൻ്റെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരോട് വളരെ വ്യക്തമായി പന്തക്കുസ്തായ്ക്ക് ഒരുക്കമായി പറഞ്ഞ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ലോകം മുഴുവനിലും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഈ വാഗ്ദാനം പന്തക്കുസ്തായിൽ അപ്പസ്തോലന്മാരുടെ മേൽ നിറവേറിയതിൻ്റെ ഫലം നമ്മൾ ഓരോ അപ്പസ്തോലന്മാരിലും കാണുന്നുണ്ട്. ഭയചകിതരായി യഹൂദരെ ഭയന്ന് കതകടച്ചിരുന്ന അപ്പസ്തോലന്മാർ ധീരരായി സാക്ഷികളായി ജനസമൂഹത്തിലേക്ക്, ഭരണാധികാരികളുടെ മുൻപിലേക്ക് ഭയമേതുമില്ലാതെ കടന്നു എന്ന് ഈശോ ആണ് ഏകരക്ഷകനെന്ന് ഏറ്റുപറഞ്ഞതിന്റെ ചരിത്രമാണ് ആദിമസഭയുടെ ചരിത്രം. പ്രിയപ്പെട്ടവരെ, ഇതേ ആത്മാവിന്റെ ദൈവിക ശക്തി ഈ കാലഘട്ടത്തിൽ വിശ്വാസം ജീവിക്കാൻ പതറുന്ന, വിശ്വാസം ജീവിക്കാൻ പ്രയാസപ്പെടുന്ന, വിശ്വാസത്തിന്റെ ജ്വലനം നഷ്ടപ്പെട്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും അധികമായ ആവശ്യമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനും ആ ശക്തിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനും കർത്താവായ മിശിഹ എന്നെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ ശക്തി ദൈവിക ശക്തിയാണ്. ഈ ശക്തി ആരെയും ഭയപ്പെടുത്തുന്ന ശക്തിയല്ല, ആരെയും തോൽപ്പിക്കുന്ന ശക്തിയല്ല, ആരുടെ മേലും മേധാവിത്വം പുലർത്തുന്ന ശക്തിയല്ല. ഇത് എൻ്റെ ആത്മാവിനെ ജ്വലിപ്പിക്കുന്ന ശക്തിയാണ്. എൻ്റെ ആത്മാവിൽ ഈശോയുള്ള സ്നേഹം നിറയ്ക്കുന്ന ശക്തിയാണ്. പാപത്തെ അതിജീവിക്കാൻ, ലോകത്തിന്റെ അരൂപികളിൽ നിന്ന് രക്ഷപ്പെടാൻ, തിന്മയുടെ സ്വാധീനങ്ങൾ അകന്നു നിൽക്കാൻ, കർത്താവായ മിശിഹായെ സജീവമായി സ്നേഹിക്കാനും ആരാധിക്കാനും അവനെ പങ്കുവെക്കാനും അതുവഴി ദൈവമക്കൾക്ക് മാനസാന്തരവും വിമോചനം നൽകുവാനും എന്നെ നിങ്ങളെ സഹായിക്കുന്ന ശക്തിയാണ്. ആ ആത്മാവിന്റെ ശക്തിക്കായി നമുക്ക് കാത്തിരിക്കാം. ദൈവത്തിന്റെ കൃപ അതിനെ നമ്മളെ സഹായിക്കട്ടെ. ഉന്നതത്തിന്റെ ശക്തിയെ, പരിശുദ്ധാത്മാവേ, ദുർബലരായ, പാപികളായ, ബലഹീനരായ ഞങ്ങളിൽ നിറയണമേന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ദുർബല സ്ഥിതികളെയും വിശ്വാസത്തിൽ ഇന്ന് നമുക്ക് വിഷമം അനുഭവിക്കുന്ന സകല മേഖലകളെയും ആത്മാവിന്റെ കൃപയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ ശക്തീകരണത്തിനായി ഈ ദിനത്തിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.